നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2 വയസ്സുകാരി ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ ദുരൂഹത ഇനിയും നീക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. സാമ്പത്തിക തട്ടിപ്പിൽ അറസ്റ്റിലായ അമ്മ ശ്രീധുവിനെ 4 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ പ്രധാനമായും ചോദ്യം ചെയ്യുക കുട്ടിയുടെ കൊലക്കേസായിരിക്കും. വമ്പൻ സ്രാവുകൾക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ട് എന്നാണ് സൂചന. പോലീസ് അന്വേഷണത്തിൽ കൊലക്കേസ് ശ്രീധുവിലേക്ക് എത്താതിരിക്കാനുള്ള ചില കുതന്ത്രങ്ങളും അണിയറിൽ സംഭവിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഉൾപ്പെടെ ശ്രീധുവിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കൊലപാതക കേസിൽ ചോദ്യം ചെയ്യലിനു ശേഷം മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് പ്രതിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷക വാദിച്ചു. എന്നാൽ ശ്രീധുവിന്റെ പേരിൽ നിരവധി പരാതികളുണ്ടെന്നും വിശദാന്വേഷണത്തിന് പോലീസ് കസ്റ്റഡി വേണമെന്നും പ്രോസിക്യൂഷനും വാദിച്ചു. ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഹരികുമാറിന്റെ മാനസിക നില പരിശോധിക്കുന്നതിനായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. വെള്ളിയാഴ്ച ജയിൽ അധികൃതർ റിപ്പോർട്ട് നൽകണമെന്നാണ് നെയ്യാറ്റിൻകര കോടതിയുടെ നിർദ്ദേശം. ചൊവ്വാഴ്ച കോടതി ഹരികുമാറിനെ ഈ മാസം 10 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. എന്നാൽ പ്രതിക്ക് മാനസിക പ്രശ്നമുണ്ടെന്നും കസ്റ്റഡിയിൽ വിടരുതെന്നും ലീഗൽ സർവീസ് അതോറിറ്റി അഭിഭാഷക സ്വജിന മുഹമ്മദ് കോടതിയോട് ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ പരിശോധന നടത്തി മെഡിക്കൽ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടത്. ഒറ്റ ദിവസം കൊണ്ട് ഒരാളുടെ മനോനില പറയാൻ കഴിയില്ലെന്നും കുറഞ്ഞത് 10 ദിവസമെങ്കിലും നിരീക്ഷിക്കണമെന്നും പ്രതിയെ പരിശോധിച്ച മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം ഡോക്ടർമാർ അറിയിച്ചു. പിന്നാലെയാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പ്രതി ഹരികുമാറിനെ കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് കൈമാറിയത്. ഇതോടെ ശ്രീധുവിനെയും ഹരികുമാറിനെയും ഒരുമിച്ച് ചോദ്യം ചെയ്യാനുള്ള നീക്കം പൊളിഞ്ഞു. അതിനുവേണ്ടിയാണ് ഹരികുമാറിന്റെ മാനസിക നില പരിശോധന ആവശ്യം ചർച്ചയാക്കിയത് എന്ന സൂചനകളുമുണ്ട്. ഹരികുമാറിന് മാനസിക പ്രശ്നങ്ങളുള്ളതായി കരുതുന്നില്ലെന്നാണ് ഡോക്ടർമാർ നേരത്തെ പ്രതികരിച്ചിരുന്നത്. കോടതി നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധരാണ് പരിശോധന നടത്തിയത്. ഈ പരിശോധനയ്ക്ക് പിന്നാലെയാണ് പ്രതിയായ ഹരികുമാറിന് മാനസികാസ്വാസ്ഥ്യം ഉള്ളതായി തോന്നുന്നില്ല എന്ന പരിശോധനയിൽ വ്യക്തമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ ജയിലിലേക്ക് മാറ്റി. അറസ്റ്റിന് പിന്നാലെ റൂറൽ SP ഹരികുമാർ മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. പ്രതി പലപ്പോഴും മൊഴി മാറ്റുന്നത് കൊലയുടെ കാരണം ഉൾപ്പെടെ വ്യക്തമാവുന്ന വെല്ലുവിളിയായി മാറുകയാണെന്നും മാനസിക പ്രശ്നമുണ്ടെന്നുമാണ് പോലീസ് പറഞ്ഞത്. തുടർന്നാണ് കോടതി മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയത്. 2 ദിവസം പ്രതിയെ ജയിലിൽ നിരീക്ഷിച്ചതിനു ശേഷം പരിശോധനയുടെ റിപ്പോർട്ട് കോടതി നൽകും. ഹരികുമാറിനെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് അംഗീകരിച്ചിരുന്നില്ല. കോടതിയിൽ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനാൽ മാനസിക രോഗവിദഗ്ധന്റെ സർട്ടിഫിക്കറ്റ് കോടതി ആവശ്യപ്പെട്ടു. ഇതിനായി കഴിഞ്ഞ ദിവസം ഉച്ചയോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നില്ല. തുടർന്നാണ് ഹരികുമാറിനെ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. കസ്റ്റഡി അപേക്ഷ പരിഗണിക്കവേ താനല്ല കുട്ടിയെ കൊലപ്പെടുത്തിയെന്ന് ഹരികുമാർ മൊഴിമാറ്റുകയും കരയുകയും ചികിത്സ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട 10ഓളം പരാതികളിൽ ശ്രീധുവിന്റെ അമ്മ ശ്രീകലയെ നെയ്യാറ്റിൻകര മാരായമുട്ടം SHOമാരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തിരുന്നു. ദേവസ്വം ബോർഡിൽ ഡ്രൈവർ ജോലിയുടെ നിയമന ഉത്തരവ് നൽകി ബാലരാമപുരം നെല്ലിവിള സ്വദേശിയായ ജെ ഷിജുവിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങി കബളിപ്പിച്ചു എന്ന പരാതിയിലാണ് ശ്രീധു റിമാൻഡിൽ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.